ഹലോ ഹലോ, മൈക്ക് ചെക്ക്. നീ എന്തറിഞ്ഞിട്ടാ നീ കാട്ടിലേക്ക് കയറി പോകുന്നത്? ഈ കാട്ടിൽ വലിയ പ്രശ്നമുണ്ട്. പിന്നെ ഈ ആന്റിന വരെ ഇല്ലാത്ത വോക്കി ടോക്കിൽ ആര് വർത്താനം പറയാനാണ്? ഹലോ 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 ചെക്ക്. ഹലോ, നീങ്ക എങ്ക ഇருக்கு? എനക്കൊരു കുളന്ത പുറക്കെ പോകുന്നത്. കേട്ടാ, ഓന് കുട്ടിയെ നിൽക്കാൻ പോകുന്നത്. നമുക്ക് എങ്ങനെയാലും ഓനെ രക്ഷിക്കണം. കുട്ടിയാണെന്ന് ജനിച്ചോളൂ, ഓനെ രക്ഷിക്കാൻ പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നമുണ്ട്. ഈ കാട്ടിനെ പറ്റിയുള്ള ചരിത്രം എനിക്ക് അറിയാനായിട്ടാണ്. ഈ കാട്ട് കയറി ആരും പിന്നെ തിരിച്ചിറങ്ങിയിട്ടില്ലാന്ന്. ഇതൊന്നും അറിയാത്തോണ്ട് നീ പോവാന്ന് പറയുന്നത്. എനിക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടാ? ഇന്ന് മിണ്ടാത്ത എന്നോടാ നീ കാട്ടിൽ കയറാൻ പറഞ്ഞു. ഈ കാട്ടിനെ പറ്റി കുറെ കഥയുണ്ട്. അതെല്ലാം നമുക്ക് കാട്ടിൽ കയറിയിട്ട് പറയാം. ഇവിടെ നല്ല വൈബുണ്ട്. ഇങ്ങോട്ട് വാ. നടക്ക്. കൊറേ നേരമായി നടക്കുന്നു. എടിയെന്ന് കറക്റ്റ് പറയാൻ പറ. കൊറേ നേരമായി നടക്കുന്നു. ഏടിയ കറക്റ്റ് സ്ഥലം പറ. ഞാനൊരു മരത്തേക്ക് കീഴെ ഇருக்கு. ഇവിടെ മൊത്തം മരാന്ന്. ഏത് മരാന്ന് കറക്റ്റ് പറയാൻ പറ. ഇവിടെ മൊത്തം മരാ. എന്നോടല്ല, അങ്ങോട്ട് പറ. ഇവിടെ മൊത്തം മരാന്ന്. ഏത് മരത്തിന്റെ എടുക്ക കറക്റ്റ് പറ. അത് ഒരു കാക്ക, ഒരു പെരിയ കാക്കയുടെ പ്രതിമ ഇருக்கு. அதுக்கு பக்கத்துலதான் நான் இருக்கு. അങ്ങനെ മര്യാദക്ക് പറ. ഇപ്പല്ലേ മനസ്സിലായേ? എന്റെ മോടെ പിറന്നാള് വിളിക്കാൻ വന്നത്, എല്ലാവരും വരണം. ഇതെല്ലാം ഏടുന്ന് വന്ന്? ഞാനതാ പറഞ്ഞേ, ഇങ്ങനത്തെ കുറെ ഇവിടെ കാണാൻ പറ്റൂ. അന്ന് നമ്മൾ മൈൻഡ് ചെയ്യണ്ട. നടന്നോ. ഹലോ ഹലോ, കൊഞ്ചം ശീഘ്രം വരവീകളാ. ഹലോ. കാക്കേന്റെ പ്രതിമ കാണുന്നില്ലല്ലോ. ഇതാ കാക്കേന്റെ പ്രതിമ. ഇതാ കാക്കേന്റെ പ്രതിമ. ഇത് വലിപ്പമൊന്നുമില്ലല്ലോ, ഇത് ചെറുതാന്നല്ലോ. എന്റെ കയ്യില് പൈസ ഇല്ല. ലോ ബഡ്ജറ്റ്, പാവോ. സാറില്ല, പോട്ടെ, നീ ചോദിക്ക്. ഹലോ, ഇവിടെ കാക്കേന്റെ പ്രതിമ എന്റെ അടുക്ക് എത്തി. ഇവിടുന്നങ്ങോട്ടാ? വലത്തോട്ടോ എടുത്തോട്ടോ? വലത് വലത് വലത്. വലത്തോട്ടോ പോലും? എടുത്തോട്ടല്ലേ സാറിനാ? അതല്ലേ പണ്ട്. ഇപ്പം വലത്തോട്ടായി. അതെയാ, പോട്ട്. എന്തെങ്കിലും ആയിട്ട് വരുന്നെടുക്ക വെച്ച് കാണാം. നടക്കും. എങ്കടാ ഇருக்கு? കൊഞ്ചം തണ്ണി കിടക്കുവാ. അടക്ക്. ഇതല്ലേ മരോ? ഇവിടെ ആരും ഇല്ലല്ലോ. ഞാൻ അന്നേരം പറഞ്ഞില്ല അയാൾ ഉടായിപ്പായിരിക്കുന്നു. പ്രാങ്ക് കോളായിരിക്കും. ചോദിച്ചു നോക്ക്. അങ്ങനെ ഇവരെ പണിയില്ല. ഹലോ, കോബ്ര. കോബ്രയോ? എടാ, കോബ്ര അല്ല, കിങ് കോബ്ര. അവിടെ എന്തു വിഷയമുണ്ടേലും ഞാൻ മൈ കൺട്രോൾ. ഏതോ ടൈമിലാണ് വോക്കി ടോക്കി കിട്ടിയിട്ടില്ല. നമുക്ക് ഇടുന്ന് എങ്ങനെയും രക്ഷപ്പെടാം. വാ, പോവാ. டேய், எங்கடா போற? உங்களால இனி போக முடியாதுடா. എന്നാടാ അനങ്ങല്ല? അയ്യോ, അയ്യഞ്ചു മഞ്ചു മുടച്ചു അഞ്ചൊന്നു കൊഞ്ചു മതി ഐകുഞ്ചനേഴു മത അയ്യാററ്റു മതി ചൊല്ലോട് രഞ്ജു മതി രണ്ടൊന്നു തത്തു മതി മേവുന്നു നാദഹരി നാരായണായ. അയ്യോ, എന്റെ കണ്ണുപോയി. കണ്ണുപോയതല്ലടാ, എന്താ കറണ്ട് പോയി. കറണ്ട് പോയിട്ടേ കാട്ടിലടി കറണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ഇങ്ങനെ നീ കാട്ടില് പെട്ടെന്ന് രാത്രിയാവും, പെട്ടെന്ന് പകലാവും. നല്ല രസമുണ്ടല്ലേ? രസം എന്നെ കൊണ്ട് പറയിപ്പിക്കണ. ഇടുന്ന ഇങ്ങനെ രക്ഷപ്പെടാൻ നോക്കണ്ട്. എല്ലാം റെഡി ആയിടാ. ഇനി ഇവിടെ നിൽക്കണ്ട. ഇവിടെ വല്ലാത്ത പ്രശ്നം. ഞാൻ പറഞ്ഞില്ലേ, റോഡ് അങ്ങോട്ടാണ് തോന്നുന്നത്. നമുക്ക് അങ്ങനെ രക്ഷപ്പെടാം. വാ, വാ. വേറെ കാക്കയല്ല, ആ കാക്ക തന്നെയാന്ന്. ഈ കാട് മൊത്തം ലൂപ്പാന്ന്. ഞാൻ പറഞ്ഞില്ല ഇനി ഇറങ്ങാൻ പറ്റില്ല ഇടുന്ന്. ആ സിനിമയിലെല്ലാം കാണുന്ന പോലത്തെ അതന്നെ. എന്താ നല്ല രസമുണ്ടല്ലേ? ഞാൻ ആദ്യമായിട്ടാ. നല്ല രസം. എന്നെ കൂടെ പറയിപ്പിക്കറ. എങ്ങനെയും കൂടി രക്ഷപ്പെടണോ? ഞാൻ മരഞ്ചോട്ടിക്കുന്ന ആളെ കണ്ട. അയാളെ കാണുമ്പോ ഒരു ഫ്ലാഷ് ബാക്ക് പറയുന്ന ആളെ പോലില്ലേ? നമുക്ക് അയാളോട് ചോദിക്കാം. വാ. അത് മോഹൻലാലിന്റെ ഡ്യൂട്ടി ചെയ്യുന്ന ആളല്ലേ? മോഹൻലാലിന്റെ ഡ്യൂപ്പാ ഈ കാട്ടിലാ. നീ മിണ്ടാണെന്നട്ടെ ഏട്ടാ. എന്താ മോനെ? ഞാൻ അന്നേരെ പറഞ്ഞില്ല അത് ലാലേട്ടന്റെ ഡ്യൂപ്പാന്ന്. കേട്ടിന്റെ പേരെന്നാ? എന്റെ പേരറിയണോ അല്ലെങ്കിൽ ഈ കാട്ടിലെടുക്കുന്ന സംഭവങ്ങൾ അറിയണോ? ആദ്യം പേര് പറഞ്ഞാ മതി. എന്റെ പേര് മിണ്ടാണ്ടിക്ക് ഏട്ടാ. സംഭവം പറഞ്ഞാ മതി. പണ്ട് ഈ കാട്ടില് ഒരു പോർച്ചുഗീസുകാരൻ വന്ന്. രാജാവിന്റെ കഥയല്ലേ? അതെനിക്കറിയാം. വേറെ കഥ പറ. ഓഹോ, ഈ കഥ അറിയാല്ലേ? അത് തമ്മിൽ വേറൊരു കഥ പറയാം. പണ്ട് ഈ കാട്ടില് ഒരു തമിഴത്ത് ഡാൻസർ ഉണ്ടായിരുന്നു. ഓളോടൊരു തമ്പുരാന് ഒടിഞ്ഞ പ്രേമം. പക്ഷെ ഓള് വേറത്തിനുമായിട്ട് ഡിങ്കോഡ് അൽഫി
ഇതറിഞ്ഞ തമ്പുരെ ഓളെ തെക്കിലിട്ട് വെട്ടിക്കൊന്നു. തെക്കിനെയല്ല വേറൊരു റൂമിലിട്ടിട്ട് വെട്ടിക്കൊന്നു. ഇത് മണിച്ചിത്രത്താഴിലെ കഥയല്ലേ? അതെ, ഇത് മണിച്ചിത്രത്താഴിലെ കഥയല്ലേ? അത് മനസ്സിലായ കഥയല്ല, ഇത് നമ്മളെ ഫാസില് ഇത് അടിച്ചു മാറ്റി കയറ്റിയതാ. ഇയാള് ഫുൾ ഉടായിപ്പാ. നമുക്ക് വേറെ എന്തൊക്കെ വഴി നോക്കാം. അതാണല്ലേ? എല്ലല്ല പോല്ല നിങ്ങൾക്ക് രക്ഷപ്പെടാൻ ഒരേ വഴിയേ ഉള്ളൂ. എന്താ വഴി? തൂറണമെന്നായിരിക്കും. അയ്യേ, ഞമ്മക്ക് തൂറണ്ട. അതല്ല ഓ, വിക്ടറി ജയിക്കണം, നമുക്ക് ജയിക്കണം. ഏതാ വഴി? എടാ ഇങ്ങൾക്ക് ഇനി സെക്കൻഡ് പാർട്ടിൽ രക്ഷപ്പെടാൻ പറ്റൂന്ന്. പണ്ടൊരു തമിഴ് ഡാൻസർ ഉണ്ടായിരുന്നു. ഒരു കാരണവർ കെട്ടിയെടുത്തിയാണ് അദ്ദേഹത്തിന്. എന്താ വരാത്തത്? കണ്ണു പോയതല്ലടാ. കണ്ണു പോയതല്ലടാ, കണ്ണു പോയത്. എന്നാ പിന്നെ വേറൊരു കഥ പറയാം. പണ്ടൊരു നർത്തകിണ്ടായിരുന്നു, തമിഴ്നാട്ടുകാരി. ഒരു കാരണവന്മാർ ഇങ്ങോട്ട് കെട്ടിയെടുത്ത് അപ്പുറത്തെ വീട്ടിലൊരു ബാങ്ക് മാനേജറായിട്ട്